2/3/2026 തിങ്കളാഴ്ച ദിവസത്തെ ഫലം. ജനിച്ച നക്ഷത്രം അഥവാ ചന്ദ്രനെയും ജനിച്ച മലയാള മാസം അഥവാ സൂര്യനെയും അടിസ്ഥാനമാക്കി. ജനിച്ച മലയാള മാസം അറിയില്ലെങ്കിൽ ജാനുവരി 10 ജനിച്ചതെങ്കിൽ ഏതെങ്കിലും മലയാള കാലണ്ടർ എടുത്തിട്ട് ജാനുവരി 10 കറസ്പോണ്ടിങ് മലയാള മാസം ഏതാണെന്ന് നോക്കിയാൽ മതി. അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജനനമാസം ഇടവുമാവുകയും ചെയ്താൽ ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്, സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും, സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം, മനസ്സമാധാനക്കുറവ്, ടെൻഷൻ. ഭരണി കാർത്തിക നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജനനമാസം ഇടവമാവുകയും ചെയ്താൽ ജോലി കിട്ടാൻ, പ്രമോഷൻ കിട്ടാൻ, പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ്. ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്, സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും, സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമെങ്കിലും കുടുംബപരമായി, വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. വസ്തു വാഹനങ്ങളിലൂടെയും ധനനഷ്ടം സംഭവിക്കാം, വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ, മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല ദിവസം അല്ല. രോഹിണി മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ്. ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ്. അതിനുള്ള ഉത്സാഹവും തൻ്റെ ഇടയിലും കാണും, സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ്. ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക ഇടവമാസത്തിൽ ജനിച്ചവർക്കാണ്. അവർക്കാണ് സൂര്യനിൽ നിന്നുകൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത്. തിരുവാതിര നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടവമാവുകയും ചെയ്താൽ പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ്. അതിനുള്ള ഉത്സാഹവും തൻ്റെ ഇടയിലും കാണും, സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം, മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ. പുണർത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ്. അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം, മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം. പക്ഷേ ഇടവമാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് ഇന്ത്യക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ ദോഷമൊന്നുമില്ല. പൂയം നക്ഷത്രക്കാർക്കും പൊതുവെ മോശം ദിവസമാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ്. പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. എവിടെയെങ്കിലും തട്ടിമുട്ട് വീഴാതെ നോക്കണം. ഓപ്പറേഷനൊന്നും പറ്റിയ ദിവസമല്ല. എന്നാൽ ഇടവമാസത്തിൽ ജനിച്ചവർക്ക് സൂര്യനിൽ നിന്ന് ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നുമില്ല. ആയില്യം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടവമാവുകയും ചെയ്താൽ വ്യക്തിപരമായ, ആരോഗ്യപരമായ എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ്. മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും വ്യക്തിപരമായി, ആരോഗ്യപരമായിട്ട് നല്ലതാണ്. പക്ഷേ പെട്ടെന്നുള്ള അവിചാരിതമായ ചില പ്രശ്നങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴാതെയെല്ലാം ശ്രദ്ധിക്കണം. മകം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടവമാവുകയും ചെയ്താൽ വ്യക്തിപരമായ, ആരോഗ്യപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും വ്യക്തിപരമായ, ആരോഗ്യപരമായിട്ട് നല്ലതാണ്. പക്ഷേ ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല. വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട്. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ്. ദാമ്പത്യ പ്രശ്നങ്ങൾ, വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ, ട്രാൻസ്ഫർ ഉണ്ടാകുക, ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക, അപവാദങ്ങൾ കേൾക്കുക, പണം നഷ്ടപ്പെട്ടുക, കളവ് പോവുക, ഇതിനെല്ലാം സാധ്യതയുണ്ട്. പക്ഷേ ഇടവമാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നും അത്ര പ്രബലമല്ല. ഉത്രം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടവമാവുകയും ചെയ്താൽ കേസ് വഴക്കലുണ്ടെന്ന് അനുകൂലമായി തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ് ഇൻട്രവ്യൂ പോലെയുള്ള നല്ലതാണ്. മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ പെട്ടെന്നുള്ള
തീരുമാനങ്ങളിലൂടെയുള്ള ചില ധനനഷ്ടങ്ങളെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും കർമ്മങ്ങളെല്ലാം ചെയ്യുമ്പോൾ ശരിക്ക് ആലോചിച്ചിട്ട് ചെയ്യണം. പണം നഷ്ടപ്പെട്ടു പോകാനും കളവ് പോകാനുള്ള സാധ്യതയുണ്ട്. വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതല്ല. ട്രാൻസ്ഫർ ഉണ്ടാകാം. ആരെങ്കിലും പറ്റിക്കാതെ, ചതിയിൽപ്പെടാതെ, പണം നഷ്ടപ്പെട്ടു പോകാതെ എല്ലാം സൂക്ഷിക്കണം. അത്തം ചിത്തിര നക്ഷത്രക്കാർക്ക് വളരെ നല്ല ദിവസമാണ്. കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ള നല്ലതാണ്. മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും. ബിസിനസ്സിന് നല്ലതാണ്. വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ്. ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക ഇടവമാസത്തിൽ ജനിച്ചവർക്കാണ്. അവർക്ക് സൂര്യനിൽ നിന്നുകൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുകയാണ്. ചോതി വിശാഖം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടവമാവുകയും ചെയ്താൽ ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്ക് നല്ലതാണ്. ജോലി കിട്ടാൻ, പ്രമോഷൻ കിട്ടാൻ, പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം, മനസ്സമാധാനക്കുറവ്, ടെൻഷൻ. അനിഴം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടവമാവുകയും ചെയ്താൽ ജോലി കിട്ടാൻ, പ്രമോഷൻ കിട്ടാൻ, പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം. വീട് നിർമ്മാണത്തിന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. കേട്ട നക്ഷത്രക്കാർക്ക് പൊതുവെ മോശം ദിവസമാണ്. അച്ഛനും മക്കളും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം, മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം. വീട് നിർമ്മാണത്തിന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. പക്ഷേ ഇടവമാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് നീതിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നും അത്ര പ്രബലമല്ല. മൂലം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടവമാവുകയും ചെയ്താൽ പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ്. അതിനുള്ള ഉത്സാഹവും തൻ്റെ ഇടയിലും കാണും. സഹോദരാദികൾക്കും നല്ലതാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം, മനസ്സമാധാനക്കുറവ്, ടെൻഷൻ. പൂരാടം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടവമാവുകയും ചെയ്താൽ പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ്. അതിനുള്ള ഉത്സാഹവും തൻ്റെ ഇടയിലും കാണും. സഹോദരാദികൾക്കും നല്ല ദിവസമാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നം, ശത്രുത, തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴാതെ നോക്കണം. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ്. പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട്. ഓപ്പറേഷന് പറ്റിയതല്ല. എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴാതെയെല്ലാം നോക്കണം. പക്ഷേ ഇടവമാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് ഗ്രഹങ്ങളെല്ലാം അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നും ഇല്ല. തിരുവോണം മകട്ടം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടവമാവുകയാണെങ്കിൽ ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. ചതയം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടവമാവുകയും ചെയ്താൽ ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ വ്യക്തിപരമായി, ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടവമാവുകയും ചെയ്താൽ കേസ് വഴക്കലുണ്ടെന്ന് അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ള നല്ലതാണ്. മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് നല്ലതല്ല. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടവമാവുകയും ചെയ്താൽ പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ്.
കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ള തന്നെ നല്ലതാണ്. മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടാകാം. ആരെങ്കിലും പറ്റിക്കാതെ, ചതിയിൽപ്പെടാതെ, പണം നഷ്ടപ്പെട്ടു പോകാതെ, കളവ് പോകാതെ എല്ലാം സൂക്ഷിക്കണം. രേവതിക്കാർക്ക് പൊതുവെ മോശം ദിവസമാണ്. മക്കൾക്കും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം. മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, ട്രാൻസ്ഫർ ഉണ്ടാകാം. ആരെങ്കിലും പറ്റിക്കാതെ, ചതിയിൽപ്പെടാതെ, പണം നഷ്ടപ്പെട്ടു പോകാതെ, കളവ് പോകാതെ എല്ലാം സൂക്ഷിക്കണം. എന്നാൽ ഇടവമാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും അത്ര പ്രബലമല്ല. ഇതാണ് 2/3/2026 തിങ്കളാഴ്ച ദിവസത്തെ ഫലം.